മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ ഒരു സേഫസ്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റുകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇക്വിറ്റി ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റുകളാണെന്ന് പറയാം. ഇന്ന് നമ്മുടെ കറണ്ട് മാർക്കറ്റിൽ മോസ്റ്റ് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മോസ്റ്റ് ഓഫ് ദി മ്യൂച്വൽ ഫണ്ട്സുകൾ, അത് ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ആവട്ടെ, ഡെറ്റ് ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ആവട്ടെ, നമ്മുടെ റെഗുലർ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് FD ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതലായിട്ട് റിട്ടേൺ തരുന്നവ തന്നെയാണ്. പക്ഷെ അത് വേറെ വിഷയമാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന് ഒരുപാട് പ്രോസ് ഉണ്ട്, ഒരുപാട് കോൺസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെ കിട്ടുന്ന പൈസ എല്ലാം മ്യൂച്വൽ ഫണ്ടിലിട്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആഫ്റ്റർ ഓൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മികച്ച ഹെഡ്ജിങ് ടൂളായിട്ട് കണക്കാക്കാനും കഴിയില്ല. അപ്പൊ നമുക്ക് ഗോൾഡ് പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ട്. എങ്കിലും അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്തൊക്കെ പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണയുണ്ട്. എന്നാൽ അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് ഈ AIF എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 500 രൂപ മിനിമം 500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ചെറിയൊരു തുക മതി. പക്ഷേ ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചതിന് ശേഷം ദാറ്റ് ഫണ്ട് ഹൗസസ് വിൽ ഇൻവെസ്റ്റ്. പക്ഷെ അത് ഈ വെറുതെ ചെറിയ ചെറിയ ഇക്വിറ്റീസിലൊന്നും അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ബിഗ് ബിസിനസ്സുകൾ. ഓക്കെ, അവർ സ്റ്റാർട്ടപ്പുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ, വെഞ്ചർ ക്യാപിറ്റൽ ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾ, പുതിയ ബിസിനസ്സുകൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഡെറിവേറ്റീവ് സെഗ്മെന്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഹെഡ്ജ് ഫണ്ടുകളിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അവര് ഓൾട്ടർനേറ്റ് സമാന്തരമായിട്ടുള്ള ഒട്ടനവധി ഇൻവെസ്റ്റ്മെന്റ് സ്ഥലങ്ങളിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്. എഗെയിൻ ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ഇക്വിറ്റീസ് ഓൾസോ. പ്രൈവറ്റ് ഇക്വിറ്റീസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും.